ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. അപ്പോൾ രാവിലെ ഒരുവിധം ഇവിടുത്തെ ജോലികളൊക്കെ ഒതുങ്ങി. ഇനി ഞങ്ങൾ സാധനം എടുക്കാൻ കൊണ്ടുപോവാണ്. ഷീറ്റും പൈപ്പൊക്കെ എടുക്കണ്ടേ, അപ്പം അതിനായിട്ട് പോവാണ്. ഞാനും ചേട്ടനും മോനും കൂടാണ് പോകുന്നത്. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ചേട്ടൻ കഥ അടയ്ക്കുക. വരുന്നില്ലേ? ആര് പറഞ്ഞു? പോയോ? എന്നാൽ നിങ്ങൾ എവിടെ വണ്ടി നിർത്തില്ലയോ? ബൈക്കിന്റെ താക്കോൽ എടുക്കണ്ടേ? നീ എടുത്തോ? ഞാൻ എടുത്തില്ല. ആരാ വണ്ടി കൊണ്ടുപോകണേ? നിങ്ങളുടെ വണ്ടി കൊണ്ടുപോകാം. എൻ്റെ വണ്ടി ടയർ പഞ്ചറായി വരുക. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എൻ്റെ വണ്ടിക്കും എനിക്കും. പഞ്ചറായി ഞാൻ നോക്കിയാലേ പഞ്ചറൊന്നുമില്ല. പിന്നെ വലിയ പറഞ്ഞ കാറ്റ് കുറഞ്ഞിരിക്കുവാന്ന്. എൻ്റെ വണ്ടി ആർക്കും കൊടുക്കണ്ടെന്ന് വെച്ചാൽ നടക്കത്തില്ല. എൻ്റെ വണ്ടിയുടെ ടയറ് ഒത്തിരി കട്ട തേഞ്ഞിരിക്കുമോ കൂട്ടുകാർ. ഇനി അതൊന്ന് മാറ്റണം, പുതിയ ടയർ ഇടണം. അപ്പോൾ ഇതൊന്ന് ഒതുങ്ങിയാലല്ല നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ഒതുങ്ങുന്ന ലക്ഷണവും വരുന്നുമില്ല. ഞങ്ങളെ പറഞ്ഞ പോലെ പണി തീരാത്തൊരു വീടും. പൊട്ടിക്കോ. വെട്ടമാണ്, ലൈറ്റ് അണച്ചില്ല. ഗ്രില്ലൊക്കെ എടുത്തു പോയി. പിന്നെ പൈപ്പൊക്കെ എടുത്തു, ചെറുതും വലുതുമായിട്ടൊക്കെ ഉള്ളത്. ഞാനും മോനും ചേട്ടനോടാണ് പോയത്. പിന്നെ ഷീറ്റ് അത് നമ്മുടെ അയ്യത്തോട് കൊണ്ടില്ല, ഇപ്പുറത്തെ അയ്യത്തിട്ടേക്കുക. നമ്മുടെ അയ്യത്തെല്ലാം കൃഷി കിടക്കുന്നതുകൊണ്ട് ഇത് എത്ര അങ്ങനെ അങ്ങോട്ട് ഇടാനും പറ്റുന്നില്ല. വീതി കൊണ്ട് നീളം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കാം, ഇലയെല്ലാം ഒതുക്കി മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം അതും എടുത്തു. പിന്നെ ചേട്ടനും മോനും കൂടെ ഇതിൻ്റെ മെഷീനൊക്കെ വാടകയ്ക്ക് എടുക്കാൻ പോയതായിരുന്നു. അങ്ങനെ അവരത് എടുത്തുകൊണ്ട് വന്നു. അതൊക്കെ കരണ്ടി കുത്തി എന്തൊക്കെയോ പണികളൊക്കെ തുടങ്ങാനുള്ള ആരംഭമാണ്. എനിക്കതിനെക്കുറിച്ച് അങ്ങനെ അറിയില്ല. അങ്ങനെ അത് ആ മെഷീൻ ഭിത്തി ഇരിക്കുന്ന മെഷീനും ഇതൊക്കെ ഒട്ടിക്കുന്ന മെഷീനൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കുമായിരുന്നു 2 ദിവസത്തേക്ക്. അങ്ങനെ എല്ലാം അവിടെ എവിടെയും കിടക്കുന്നുള്ളൂ കൂട്ടുകാർ. ഇതെല്ലാം ഒതുക്കിയിട്ട് വേണം വാരി പറക്കി വെക്കാൻ. അതാണ് ഇതൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഇതേ പിന്നെ ഇതേ ഞാൻ പോയില്ല. ഇത് വാടകയ്ക്ക് ഇതൊക്കെ എടുക്കുന്നിടത്തൊന്നും ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നത്. എൻ്റെ ആധാർ കൊടുത്തു വിട്ടു. അപ്പം നേരത്തെ പോയെടുത്ത് ഞാനും മൂത്ത മോനും ചേട്ടനും കൂടെ ആയിരുന്നു പോയത്. ഇന്ന് കൊച്ചു മോനും ചേട്ടനും കൂടെ പോയത്. അപ്പം അവരവിടെയൊക്കെ പണി നടക്കുന്നു. നമ്മുടെ അടുക്കളയുടെ ജനലാണ് കിടക്കുന്നത് കേട്ടോ. അകത്ത് അടുക്കള ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെറിയ അടുക്കളയുണ്ടാവും. പിന്നെ ഇച്ചിരി വലുതാക്കുന്നു. പിന്നെ മോൻ നിൽക്കുന്നത് ഞങ്ങളുടെ റൂമാണ്. പിന്നെ ഇതിനിപ്പുറത്തെ അടുക്കള ഇച്ചിരി വലുതാക്കി. ഇത്രയിലാണെങ്കിൽ 9 മണിക്കൊക്കെ ശേഷം പിന്നെ ചേട്ടനും മൂത്ത മോനും കൊച്ചവനും കൂടെ ചേർന്ന് ഇവിടെ ഇത് മൂത്ത മോന് പാറ വേസ്റ്റ് കൊണ്ട് ഇറക്കിയെന്നേ പറഞ്ഞില്ലേ വീട് പണിക്ക്. അപ്പോൾ അതിൻ്റെ മണ്ണായിരുന്നു. അത് പിന്നെ രാത്രി കോരിയിടിയിലായിരുന്നു. ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ. മഴ ചെയ്ത് പിന്നെ അങ്ങനെ നിർത്തിയത്. എന്നിട്ട് കുറച്ച് നേരം ഞാൻ കുടയും പിടിച്ച് വെട്ടം പിടിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ടയറൊക്കെ കത്തിച്ച് വെച്ചിട്ടായിരുന്നു വെട്ടത്തിന്. അതിനൊരു ബൾബ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ സ്വിച്ച് ബോർഡിൽ എന്തോ പറ്റിയിട്ട് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് പോരാൻ പറ്റുന്നില്ല. അപ്പോൾ കറണ്ട് കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ട് ബൾബ് കത്തുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ടയറിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫോൺ വെച്ച് വെട്ടം പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. 2 ടയർ കത്തിച്ചു. 3ാമത്തെ ടയർ എടുത്തുകൊണ്ട് വന്ന് കത്തിക്കാൻ, പക്ഷേ കത്തിച്ച് അപ്പോഴത്തേക്ക് മഴയായതുകൊണ്ട് പിന്നെ നിർത്തി. അത് ഈ ടയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ അവർ ഇത് ടയർ തേഞ്ഞ് വരുമ്പോൾ കളയും. ഇവർ പോകുമ്പോൾ എടുത്തുകൊണ്ട് കളയും. അപ്പം ഞാനും മരുമോളും പോവുകയാണെങ്കിൽ എൻ്റെ വണ്ടിയുടെ മാറിയത് ഞാൻ കളഞ്ഞില്ല. ചേട്ടൻ്റെ വണ്ടിയുടെ മാറിയപ്പോൾ ഞാൻ പോയായിരുന്നതുകൊണ്ട് കളഞ്ഞില്ല. പിന്നെ അങ്ങനെ മരുമോൾ പോവുകയാണെങ്കിൽ അവളും അത് കളയത്തില്ല, അവളും എടുത്തുകൊണ്ട് പോരും. മോൻ്റെ വണ്ടിയുടെ. അപ്പോൾ മോൻ പോയപ്പം കളഞ്ഞിട്ട് അവിടെ വേണ്ടെന്ന് പറഞ്ഞ് പോന്നാ. അപ്പോൾ മരുമോളോട് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ മരുമോൾ തിരിച്ചു പിന്നെ പോയി. അത് നമുക്ക് എടുക്കാൻ പറ്റുമോ അമ്മേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ നമ്മുടെ ടയറല്ലേന്ന് പറഞ്ഞ്.
ഓ അത് കേട്ട പാടെ എൻ്റെ മരുമോള് മോനെയും കൊണ്ട് ഓടി അപ്പോൾ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ 3 ടയർ. ഇനിയിപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ മാറാറായി നിൽക്കുക. വണ്ടിയുടെ കേബിളൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞു. ഇനി അതൊക്കെ മാറ്റണമെന്ന് പറയുന്നത് എനിക്കറിയാൻ വയ്യ എന്തോ ചെയ്യുമോ. രാവിലെ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയപ്പോഴാണ് അങ്ങനെ. അതെന്താണെന്നറിയാമോ, ഇനി ഇവന്മാർക്ക് ആർക്കും ഞാൻ വണ്ടി കൊടുത്തില്ല. ഇവന്മാർ വണ്ടി എടുക്കുമ്പം ഒറ്റ തിരിക്കയ്ക്ക് വണ്ടി തിരിഞ്ഞ് അവന്മാർക്ക് കിട്ടണം. വണ്ടിയെ ഒരുമാതിരി പോലെ വളച്ചെടുക്കും. അപ്പം അത് ഇനി ഉണ്ടാവാതിരിക്കുക. അതുകൊണ്ടൊക്കെ അതിങ്ങനെ എളുപ്പം പന്നലായി പോകുന്നത്. എന്ത് സാധനവും നമ്മൾ സൂക്ഷിച്ചാലല്ല അത് നാളെയും നല്ല നിൽക്കത്തുള്ളൂ. അതൊന്നും ഇവന്മാർക്ക് അങ്ങനെയൊന്നും ചിന്തയില്ല. ഞാനത് പറഞ്ഞപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് മൂളുന്നു. ഞാൻ പിശിക്കത്തില്ലല്ലോ, എന്ത് ചെയ്യാനാന്ന് പറ കൂട്ടുകാരെ. ആണങ്ങോട്ടോ, സ്ഥലവും ഇല്ല, ഇടവും ഇല്ല. വരുമ്പം കിട്ടും നിനക്ക്. ആ കൊച്ചിൻ്റെ സ്കെച്ച് പേന എല്ലാം എടുത്തുകൊണ്ട് പോരുന്നതിന്. മോള് നന്നായിട്ട് പടം വരയ്ക്കും കൂട്ടുകാരെ കേട്ടോ, ഒരുവിധമൊക്കെ. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പിന്നെ അവിടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ മക്കൾക്കൊക്കെ എന്തെങ്കിലും സ്കൂളിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടമൊക്കെ വരച്ചു കൊടുക്കുന്ന മോളാണ്. മോഡയിൽ എന്നിട്ട് സ്കെച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ചിലപ്പം പേപ്പർ വാങ്ങിച്ചു കൊടുക്കും, ചാർട്ട് പേപ്പറൊക്കെ. ഇതൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ അവൾ വാങ്ങിച്ച് വരച്ചു കൊടുക്കും. അന്നേരം പൈസ ഒന്നും വാങ്ങിക്കത്തില്ല മോള്. അവർ മുട്ടായി അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്താൽ അത് വാങ്ങിച്ചുകൊണ്ട് വരും. അത്രയേ ഉള്ളൂ കേട്ടോ. അവിടെ ഒരു ഇഷ്ടത്തിന് അവൾ വരച്ചു കൊടുക്കുന്നതാണ്. പിന്നെ അവർ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും ചോക്ലേറ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ചിലർ പേനായും സ്കെച്ച് പേനായൊക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനത്തെ ആ സ്കെച്ച് പേന ഏതാണ്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നുണ്ട്. ഇന്ന് വരുമ്പോൾ ഇന്ന് കോളാണ്, അതുകൊണ്ട് ചേട്ടനൊക്കെ വരയ്ക്കുന്നു. അങ്ങനെ പണികളൊക്കെ ഇവർ തുടങ്ങി കൂട്ടുകാരെ. ഞാനിനി വീട് പിടിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് പരത്താനും ചുടാനും ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം മരുമോള് ജോലിക്ക് പോയി. മോൾക്ക് മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അവൾ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടത്തേനെക്കാട്ടി ഇങ്ങോട്ട് പോയതിന് ദൂരമുണ്ട്. പിന്നെ കുറേ നടക്കാനും ഉണ്ട്. നടന്ന് വേണം നമ്മുടെ വീട്ടിട്ട് വരാനൊക്കെ കൊണ്ട്. വണ്ടി ഇപ്പോൾ പോയി ആർക്കും വിളിച്ചുകൊണ്ട് വരാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നൊക്കെ വന്ന് വെയിലൊക്കെ കൊണ്ട് വന്നുകൊണ്ട് അവൾ കഴിച്ചിട്ട് അവളോടൊട്ട് കിടക്കുന്നു. പിന്നെ ചേട്ടനും മോനും ഒക്കെ ഇവിടെ ജോലിയാണ്. 2 ചപ്പാത്തി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഉരുട്ടും, ഓരോ നടപ്പേ വെക്കും. അങ്ങനെയാണ്. ഒരു നടപ്പേ വെച്ചിട്ട് അടുത്തത് ഉരുട്ടി പരത്തുമ്പോഴത്തേക്കിന് അത് അടുപ്പിലിട്ട ചപ്പാത്തി ശരിയാകും. അങ്ങനെയാണ്. അപ്പോൾ അത് കുറേ ആയിക്കഴിഞ്ഞപ്പം എളുപ്പമായപ്പം ചപ്പാത്തി കുറച്ച് പരത്തിയതിങ്ങനെ അധികത്തിലിരുന്നു. പിന്നെ അത് ചുട്ടെടുക്കുക. ഉണ്ടാക്കി ചപ്പാത്തി ഇരിക്കുന്നുണ്ടോ.